ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മുടെ റൂം മേക്കോവറിന്റെ പാർട്ട് 2 വീഡിയോ ആണ്. വൈകാതെ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോവാം. ഫസ്റ്റ് ഓഫ് ഓൾ കുറച്ച് റൂം ഡെക്കർ ചെയ്യാന്നാണ് ഞാൻ വിചാരിച്ചത്. എന്റെ ഉണ്ടായിരുന്ന കുറച്ച് ചാർട്ട് പേപ്പറൊക്കെ വെച്ച് ഒരു ഈസ്തറ്റിക് ആയിട്ടുള്ള ഒരു വാൾ ഡെക്കർ ചെയ്തത്. പിന്നീട് ഞാൻ വാൾ ഗ്രിഡിൽ ഫോട്ടോസ് ഒക്കെ പേസ്റ്റ് ചെയ്ത് വെക്കുന്ന ഒരു ക്ലിപ്പാണ് ഉണ്ടാക്കിയത്. ഈ ആർട്ടിസ്റ്റിക്സ് ഉപയോഗിച്ചിട്ടാണ് ഞാൻ ഇത് ഉണ്ടാക്കിയത്. ഫൈനലി നമ്മുടെ വാൾ പോസ്റ്റേഴ്സ് ഒക്കെ സെറ്റ് ആയിട്ടുണ്ട്. ഇതൊക്കെ ഞാൻ തന്നെ കസ്റ്റമൈസ് ചെയ്ത് എടുത്തതാണ്. ഇതിന്റെ മോസ്റ്റ് ഫേവറേറ്റ് പാർട്ട് എന്ന് പറയുന്നത് ഇത് കട്ട് ചെയ്തെടുക്കുന്ന ഒരു പ്രോസസ്സ് തന്നെയാണ്. ഇതിന്റെ കൂടെ തന്നെ ഞാൻ കുറച്ച് പോളറോയിഡും കൂടെ ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഫാമിലി, ഫ്രണ്ട്സ്, പിന്നെ എന്റെ തന്നെ കുറച്ച് പിക്കൊക്കെ വെച്ചിട്ടാണ് ഞാനിത് സെറ്റ് ആക്കി എടുത്തത്. ഈ കാണുന്ന ഗ്രിഡിലാണ് നമ്മൾ ഈ പിക്സ് ഒക്കെ വെക്കാനായിട്ട് പോകുന്നത്. റൂം ഡെക്കറിന് വേണ്ട അത്യാവശ്യം ചില സാധനങ്ങളാണ് ഈ കിടക്കുന്നത്. ഇതിനി ഓരോന്ന് നമ്മൾ സെറ്റ് ചെയ്യണം. അതാണ് അടുത്ത ടാസ്ക്. പിൻട്രസ്റ്റ് ഒക്കെ സ്ക്രോൾ ചെയ്തപ്പോൾ കണ്ടതാണ് ഈ ഒരു വാൾ ഗ്രിഡ്. അങ്ങോട്ടേ വിചാരിക്കുന്നതാണ് ഇങ്ങനെ ഒരെണ്ണം വേണമെന്നുള്ളത്. ഓൺലൈനൊക്കെ നോക്കിയപ്പോൾ ഇത് അറൗണ്ട് 400 സംതിങ് ഒക്കെയാണ് വില വരുന്നത്. അത്രയും മുടക്കാൻ പറ്റാത്തതുകൊണ്ട് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം, ഒന്ന് ഉണ്ടാക്കി നോക്കാന്ന് വിചാരിച്ചു. സംഭവം ഫ്ലോപ്പ് ആവുമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ ക്ലിപ്പ് ഉണ്ടാക്കുന്നത്. മേ ബി ഇനിയിപ്പോ അതില് ഫോട്ടോ കുത്താൻ പറ്റിയില്ലെങ്കിലോ എന്നൊക്കെ വിചാരിച്ചു. പക്ഷേ കുത്തി വന്നപ്പോ ഇരിക്കുന്നുണ്ട് സംഭവം എന്തായാലും. പക്ഷേ കുറച്ചേ ഉണ്ടാക്കിയിട്ടുള്ളൂ. ഇനിയും കുറെ കൂടി ഉണ്ടാക്കിയിരുന്നെങ്കിൽ കുറച്ചും കൂടെ ഭംഗിയായിരുന്നു. വോൾ ഗ്രിഡിൽ വെക്കാൻ വേണ്ടിയിട്ടുള്ള അടുത്ത സംഭവമാണ് ഇത് വേറെ ഒന്നുമല്ല, കുറച്ച് സ്റ്റിക്കേഴ്സ് ആണ്. അപ്പൊ ഇതും കൂടെ അതിൽ ഇടയ്ക്കിടയ്ക്കൊക്കെ ഒന്ന് പേസ്റ്റ് ചെയ്ത് വെക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ ഈസ്തറ്റിക് ആവും. ഈസ്തറ്റിക് ആണല്ലോ മുഖ്യം. പിന്നീട് കുറച്ച് ലീവ്സ് ഒക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ അതിന്റെ മുകളിലായിട്ടൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്തൊക്കെ ഒന്ന് കൊടുത്തു. പിന്നീട് ലൈറ്റ്സ് വെച്ചിട്ടില്ല, ജസ്റ്റ് ലീഫ് മാത്രമേ എന്നാത്തുള്ളൂ. അപ്പൊ ഇതാണ് നമ്മുടെ വാൾ ഗ്രിഡിന്റെ ഫൈനൽ ലുക്ക്. പിന്നെ അതുപോലെ തന്നെ അതിന്റെ സൈഡില് ഒരു പിക്സൽ ആർട്ടും കൂടെ ചെയ്ത് വെച്ചിട്ടുണ്ട്. വളരെ റിയലിസ്റ്റിക് ആയിട്ട് തോന്നുന്ന ഒരു ഹാർട്ട് ഷേപ്പിന്റെ പിക്സൽ ആർട്ടാണത്. അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അടുത്തതാണ് കോർ പാർട്ട്. ഈ വാൾ പോസ്റ്റേഴ്സ് എല്ലാം കറക്റ്റ് രീതിയിൽ ഇവിടെ ഒട്ടിച്ചെടുക്കണം. ഇതിന് വേണ്ടിയിട്ട് ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്നത് എന്റെ ബെഡിന്റെ ഒരു കോർണർ ആണ്. ഡയറക്റ്റ് ആരെങ്കിലും വന്നാൽ തന്നെ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു കോർണർ ആണ് ഇത്. അതുകൊണ്ട് ഇവിടെ ആയിരിക്കും കുറച്ചുകൂടെ ആപ്റ്റ്. അതുകൊണ്ടാണ് ഞാൻ ഇത് സെലക്ട് ചെയ്തത്. ഈ പോസ്റ്റേഴ്സ് എല്ലാം ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്നത് പിൻട്രസ്റ്റിൽ നിന്ന് തന്നെയാണ്. എനിക്ക് ഇഷ്ടമുള്ള എന്റെ മനസ്സിലുള്ള കുറെ ഡിസൈൻസ് ആണ് ഞാൻ ഇതിന് വേണ്ടിയിട്ട് എടുത്തത്. അതുകൊണ്ട് തന്നെ എനിക്കിത് ചെയ്യുന്ന പാർട്ടും വളരെ എൻജോയ് ചെയ്താണ് ഞാൻ ചെയ്തത്. കാരണം അതിന്റെ ഫൈനൽ ലുക്ക് എന്താണെന്നറിയാൻ അത്രയും എക്സൈറ്റഡ് ആയിരുന്നു. ലീഫ് ലൈറ്റ് ഞാൻ സെപ്പറേറ്റ് ആയിട്ടായിരുന്നു വാങ്ങിച്ചത്. ഭിത്തിയിൽ ഒട്ടിക്കുമ്പോൾ അത് രണ്ടും കൂടെ സെല്ലോ ടേപ്പ് ഉപയോഗിച്ചിട്ടാണ് ഒരുമിച്ചാക്കിയത്. ഒട്ടിക്കുന്നതിന് മുമ്പ് എന്റെ മനസ്സിലൊരു പിക്ചർ ഉണ്ടായിരുന്നു, ഫൈനൽ ലുക്ക് ഇങ്ങനെ ആയിരിക്കണമെന്ന്. പക്ഷേ ഒട്ടിക്കാൻ തുടങ്ങിയപ്പോഴാണ് ഞാൻ സത്യം മനസ്സിലാക്കിയത്. സംഭവം ഇത് കാണുന്ന അത്ര എളുപ്പമല്ല. ഞാൻ വിചാരിച്ച രീതിയിൽ എനിക്കിത് ഒട്ടിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഫൈനൽ ലുക്ക് കണ്ടപ്പോൾ എന്റെ ഒരു റിയാക്ഷൻസ് ഓക്കെ എന്നുള്ളതായിരുന്നു. സംഭവം കൊള്ളാം എന്നാ വിചാരിച്ച അങ്ങോട്ട് അത്ര എത്തിയതുമില്ല. ആ ഒരു മൈൻഡായിരുന്നു. 2-3 സ്റ്റാൻഡും കൂടെ ഒട്ടിക്കാന്ന് വിചാരിച്ചെങ്കിലും അവസാനം എല്ലാം കൂടെ ഓവർ ആവുമെന്ന് വിചാരിച്ചത് ഞാൻ ഇത് കൊണ്ടങ്ങ് നിർത്തി. ഫസ്റ്റ് ഞാൻ ഉണ്ടാക്കിയ ഒരു മ്യൂസിക് ഡിസ്ക് ആണ് ഇവിടെ പേസ്റ്റ് ചെയ്യുന്നത്. മുമ്പ് ഇതുപോലൊരു വാൾ ഡെക്കർ ഒട്ടിച്ചതിന്റെ പാട് അവിടെ കാണാം. അതുകൊണ്ട് ആ ഒരു സൈഡിൽ തന്നെ അത് കവർ ചെയ്യാനായിട്ട് ഒട്ടിക്കുന്നത്. ജസ്റ്റ് ഞാൻ സെല്ലോ ടേപ്പ് മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ. പശയൊക്കെ ഉപയോഗിച്ച പെയിന്റ് ഇളകി വരുമെന്ന് ഉള്ളതുകൊണ്ടാണ് ഈ ഒരു സെല്ലോ ടേപ്പിനെ ഉപയോഗിച്ചത്. ഇതിന്റെ കൂടെയുള്ള കുറച്ച് മ്യൂസിക് സിമ്പിൾസ് അങ്ങിങ്ങായിട്ടൊക്കെ ഒന്ന് ഒട്ടിച്ചൊക്കെ കൊടുത്തു. ഇനി കുറച്ച് കർട്ടൻ ഒക്കെ ഇടുന്ന പരിപാടിയാണ്. ഈ ഒരു സൈഡിലേക്ക് ഞാനൊരു വൈറ്റ് ഷീർ കർട്ടൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കാരണം ക്വാളിറ്റി വൈസ് അത്രയ്ക്ക് കിട്ടുമായിരുന്നു സംഭവം. ഇത് വന്നതോടുകൂടി ആ ഒരു റൂമിന്റെ തന്നെ അറ്റ്മോസ്ഫിയർ കംപ്ലീറ്റ് ആയിട്ട് മാറി. ബെഡ് സൈഡിലായിട്ട് ഒരു കുഞ്ഞ് ടീപ്പോ പോലെ ഇടാൻ ഞാൻ പ്രത്യേകിച്ചൊന്നും വാങ്ങിയില്ല. എന്റെ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്ന ഒരു മേശ ഞാൻ പൊടിയൊക്കെ അടിച്ച് ക്ലീൻ ചെയ്തങ്ങ് എടുത്തു. ഒരു മിനിമൽ മേക്ക് ഓവറാണ് എന്റെ മനസ്സിൽ. സോ ഇതിൽ ഒരുപാട് സാധനങ്ങൾ വെച്ച് മെസ്സപ്പ് ആക്കണ്ടെന്ന് വിചാരിച്ചു. എനിക്ക് ഗിഫ്റ്റ് കിട്ടിയ കുറച്ച് വളരെ ക്യൂട്ടായിട്ടുള്ള ഐറ്റംസ് ഉണ്ട്. അതാണ് ഞാൻ ഇവിടെ വയ്ക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഒരു കാർഡ് ഹോൾഡ് ചെയ്യുന്നതിനായിട്ട് ഐസ്ക്രീം സ്റ്റിക്ക് കൊണ്ടിട്ട് ഒരു ഹോൾഡറും കൂടെ ഞാൻ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. എന്റെ കയ്യിലായിട്ട് 1-2 സ്ലിംഗ് ബാഗ് ഉണ്ടായിരുന്നു. അത് ഇവിടെ ആയിട്ട് തൂക്കിയിടാന്നാണ് വിചാരിച്ചത്. റൂം മേക്ക് ഓവറിനായിട്ട് പർച്ചേസ് ചെയ്തതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മറ്റൊരു ഐറ്റമാണ് ഇത്. പിൻട്രസ്റ്റി വൈബുള്ള ഒരു ബെഡ്ഷീറ്റാണിത്. വളരെ അഫോർഡബിൾ പ്രൈസിനാണ് എനിക്ക് ബെഡ്ഷീറ്റ് കിട്ടിയത്. ഇതിന്റെ മെറ്റീരിയൽ എന്ന് പറയുമ്പോൾ വളരെ സോഫ്റ്റ് ആണ്. പിന്നീട് അതിൽ കാണുന്ന അതേപോലെ തന്നെയായിരുന്നു കയ്യിൽ കിട്ടിയപ്പോഴും. വേറെ വേരിയേഷൻസ് ഒന്നും ഇല്ലായിരുന്നു. പിന്നീട് ഞാൻ വാങ്ങിയത് ഈ ഒരു ട്യൂഷൻ സെറ്റ് ആയിരുന്നു. 2 ഉണ്ടെന്നായിരുന്നു ഞാൻ വിചാരിച്ചത്. പക്ഷെ വന്നപ്പോൾ 1 ഉണ്ടായിരുന്നുള്ളൂ. ആക്ച്വലി അത് എന്റെ ഒരു മിസ്റ്റേക്ക് ആയിരുന്നു. ഇതും അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റി ഉള്ള ഒരു ഐറ്റം ആണ്. ഇതോടെ നമ്മുടെ ടാസ്ക് എല്ലാം കംപ്ലീറ്റ് ആയി. ഇതാണ് നമ്മുടെ റൂമിന്റെ ഫൈനൽ ലുക്ക്. ഞാൻ വളരെ സാറ്റിസ്ഫൈഡ് ആണ്. കാരണം അത്രയ്ക്കും ഞാൻ വിചാരിച്ച ഒരു രീതിയിലേക്ക് തന്നെ ഇത് എത്തിയിട്ടുണ്ട്. അധികം പൈസ ചെലവാക്കാതെ അഫോർഡബിൾ ആയിട്ടുള്ള രീതിയിൽ മാത്രമേ സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നുള്ളൂ. ആ ഒരു ഇതിൽ വെച്ച് നോക്കുമ്പോൾ എനിക്ക് നല്ലൊരു റിസൾട്ട് തന്നെ കിട്ടി.
അപ്പോൾ ഇതാണ് നമ്മുടെ റൂം മേക്ക് ഓവർ എന്ന് പറയുന്നത്. വളരെ മിനിമലായിട്ട് വളരെ എസ്തെറ്റിക് ആയിട്ടുള്ള രീതിയിൽ ചെയ്യാനാണ് ഞാൻ ശ്രമിച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. See you soon. Bye bye.